കൂട്ടരെ, ഇത് ഷിപ്പിലെ രണ്ടാം ദിവസമാണ് കേട്ടോ. വെളുപ്പിനെ ഞങ്ങളൊരു 5 മണിയൊക്കെ ആയപ്പോൾ സൂര്യോദയം കാണാൻ വേണ്ടി ഡക്കിൽ പോയിരിക്കുക. അവിടെ പോയിരുന്ന് ഞങ്ങൾ പാട്ടും ബഹളമൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. നല്ല രസമാണ് സൂര്യൻ ഉദിച്ചു വരുന്നത് കാണുന്നത്. രാത്രിയിൽ ഷിപ്പിന് നല്ല സ്പീഡായിരിക്കും, പകൽ അത്ര സ്പീഡ് ഉണ്ടാവില്ല. നേരം വെളുത്ത് തുടങ്ങുമ്പോഴേക്കും ലക്ഷദ്വീപിൽ നിന്നുള്ള ലൈറ്റ് ഹൗസൊക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ കരയിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള സമയമായി. ദേ വരുന്നത് കണ്ടോ, ചെറിയ ബോട്ടുകൾ. ഈ ബോട്ടിലാണ് നമ്മൾ തിരിച്ച് കരയിലേക്ക് പോകേണ്ടത്. ഈ പോകുന്ന MV ലഗൂൺ കപ്പൽ കരയിലേക്ക് എത്തില്ല. ഇതൊരു റിസ്ക് തന്നെയാണ് കേട്ടോ. പിന്നെ അറക്കൽ അബു ഗൾഫിൽ നിന്ന് വരുന്ന വഴിയാണ്, അതുകൊണ്ട് പിന്നെ അവൻ്റെ കൂടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ ഇനിയുള്ള എൻ്റെ ഇരിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരുന്നു എൻ്റെ ടെൻഷൻ. എൻ്റെ കിളി പോയി സത്യം പറഞ്ഞാൽ. എങ്ങനെ ബോട്ടിലേക്ക് ഇറങ്ങും എന്നായിരുന്നു. ഇത് കണ്ടോ, ഇങ്ങനെ വേണം നമ്മൾക്ക് ഇറങ്ങാനെന്ന് ആടി ഒലയുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരു പേടിയില്ല. അവർ സ്ഥിരമായിട്ട് അങ്ങനെ പോകുന്നത് കൊണ്ട് യാതൊരു ടെൻഷനും ഇല്ല. അവർ പക്ഷെ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ധൈര്യം തരും. ഈ ബോട്ട് പോകുന്നത് തിരമാലയ്ക്ക് അനുസരിച്ചല്ലേ, ഇത് പൊങ്ങിയും താണും. ഒരു ഭാഗം പൊങ്ങുമ്പോഴേക്കും മറ്റേ ഭാഗം വാട്ടർ ലെവലിലാണ് ഉണ്ടാവുക. അന്നേരം എനിക്ക് നല്ലോണം പേടിയായി. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളങ്ങ് കൂളാവും, ഒക്കെ ടെൻഷനൊക്കെ മാറും. പിന്നെ അതങ്ങ് എൻജോയ് ചെയ്യാനുള്ള മൂഡിലേക്ക് മാറുകയാണ് കേട്ടോ. അവിടെയുള്ള ആളുകളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് ഈ ബോട്ട് യാത്രയും കപ്പലും വെള്ളമൊക്കെ. അതുകൊണ്ട് അവർക്കൊന്നും ഒരു പേടിയില്ല. ഈ വെള്ളത്തിൻ്റെ ഒരു ഭംഗിയൊന്ന് കാണണം. ശരിക്കും ഗ്ലാസ് പോലെ വെള്ളം ഇരിക്കുന്നത്. ഞങ്ങളെയും കാത്ത് ഞങ്ങളുടെ സ്പോൺസർ ഇദ്രീസ് കരയിൽ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ ബോട്ട് കരയിലെത്തി ഞങ്ങളുടെ ലഗേജുകളെല്ലാം ഇറക്കി. ആ കരയിൽ തന്നെ പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മുടെ പെർമിറ്റൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷമാണ് നമുക്ക് റൂമുകളിലേക്ക് പോകാൻ കഴിയുള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് ആളുകളെ കപ്പലിൽ നിന്ന് പരിചയപ്പെട്ട ആളുകളുണ്ട്. ഞങ്ങളുടെ സ്പോൺസറിനെ കാണണ്ടേ, ദേ നിൽക്കുന്നു. ഇതാണ് താരട്ടോ. ആള് പാവാ. പുള്ളിക്ക് ഭയങ്കര ടെൻഷനാണ് നമുക്ക് ഫുഡ് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത റൂം. അവനൊരു വീട് എടുത്തിട്ടുണ്ട്. ഇത് അടുത്ത താരം നിസാം. കണ്ടോ, ഇളനീരൊക്കെ തന്ന് ഞങ്ങളെ സ്വീകരിക്കുന്നത്. അവിടെ 4 രൂപയേ ഉള്ളൂ ഇളനീരിന്. നമ്മുടെ ഇവിടെ എത്രയാ, 50 രൂപ അല്ലേ. അങ്ങനെ ഇളനീരൊക്കെ കുടിച്ച് ഫ്രഷായി. ഇത് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നേ. പത്തിരിയും മീൻകറിയുമായിരുന്നു, മീൻ മുളകിട്ടത്. അവിടെ മീനാണ് പ്രധാനം. എന്തിൻ്റെ കൂടെ മീനുണ്ടാവുക. ഞങ്ങൾ നോൺ വെജ് ആയതുകൊണ്ടാണ് കേട്ടോ മീൻ. വെജിറ്റേറിയൻകാർക്കാണെങ്കിൽ വെജ് ഫുഡ് അവർ അറേഞ്ച് ചെയ്ത് തരും. ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.